ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കേസിൽ ദിലീപിനെതിരായിട്ടുള്ള കുറ്റം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദിലീപിനെ വെറുതെ വിടുകയാണ് ഇപ്പോൾ വിചാരണ കോടതി ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട നടൻ ദിലീപിനെ വിചാരണ കോടതി വിട്ടയച്ചിരിക്കുന്നു, വെറുതെ വിടുകയാണ്. 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് കുറ്റക്കാർ. 7ാം പ്രതി മുതൽ അങ്ങോട്ടുള്ളവർ കുറ്റക്കാരനല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവം ഇപ്പോൾ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും മണികണ്ഠനും വിജീഷ് വിപിയും വടിവാൾ സലീമും പ്രദീപും മാത്രമാണ് കുറ്റക്കാർ. ഇവരുടെ ഭാഗത്ത് നിന്നാണ് ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളത്, ഇവരുടെ ഭാഗത്താണ് ആസൂത്രണം ഉണ്ടായിട്ടുള്ളത് എന്ന് കോടതി കണ്ടെത്തുന്നു. ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപിന്റെ ഭാഗത്ത് ഗൂഢാലോചന ഇല്ല. ആ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ വിചാരണ കോടതി വിധിക്കുന്നത്. A8 നോട്ട് ഫൗണ്ട് ഗിൽറ്റി, അതായത് പ്രതി കുറ്റക്കാരനല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഈ കേസിനകത്ത് ഗൂഢാലോചന കേസ് പ്രോസിക്യൂഷൻ ആരോപിച്ച ദിലീപിന് ഇപ്പോൾ ദിലീപിന് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള 6 പ്രതികളെ മാത്രമാണ് ഗൂഢാലോചനയും ആക്രമണവും അടക്കം ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞത്. ദിലീപിനെതിരെ തെളിവില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ വിചാരണ കോടതി എന്നാണ് എടുത്തു കാണേണ്ട കാര്യം. 8.5 വർഷക്കാലമായി കേരളം വളരെ ജാഗ്രതയോടെ കാത്തിരുന്ന, സൂക്ഷ്മമായി കാത്തിരുന്ന ഈ കേസിൽ ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പലതരത്തിലുള്ള സംശയങ്ങൾ, ദുരൂഹതകൾ, സങ്കീർണതകളെ മറികടന്നുകൊണ്ടാണ് ഈ കേസ് സഞ്ചരിച്ചത് എന്ന് നമുക്കറിയാം. കോടതിയിൽ നടക്കം തനിക്ക് അനുകൂലമായ സമീപനമുണ്ടായില്ല എന്ന് ഇര പരാതിപ്പെടുകയും ജഡ്ജിയെ മാറ്റണമെന്നടക്കം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്ത കേസ് എന്ന പശ്ചാത്തലം ഈ കേസിനുണ്ട്. എന്തായാലും സർക്കാരും പ്രോസിക്യൂഷനും വളരെ ആഞ്ഞു നിന്ന ഒരു കേസിലാണ് ഇപ്പോൾ പ്രധാന ഗൂഢാലോചകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച, പോലീസ് ആരോപിച്ച ആൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. ഏതായാലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന കൊടിയ അതിക്രമങ്ങളിലെ ആസൂത്രകരെ, പ്രമാണിമാരെ, തമ്പ്രാക്കന്മാരെ കണ്ടെത്തുമോ ഈ കേസ് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. എങ്കിൽ അങ്ങനെ ഒരു ആസൂത്രകൻ ഈ കേസിനില്ല, അങ്ങനെ ഒരു പ്രമാണിയും ഈ കേസിൽ പ്രവർത്തിച്ചിട്ടില്ല, അങ്ങനെ ഒരു വലിയ ഇടപാടുകളും ഇതിനകത്ത് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തുകയാണ് ഇപ്പോൾ വിചാരണ കോടതി എന്നാണ് എടുത്തു കാണേണ്ട കാര്യം.